സോ ഹായ് ഗൈസ്, ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്തെന്ന് വെച്ചാൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കോണറിനെ പറ്റിയിട്ട് ഒരു ലൈഫ് സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കമന്റ് സെക്ഷൻ ആണ്. അതായത് ഒരു ഫാൻ ഫൈറ്റ് എനിക്ക് അവിടെ കാണാനായിട്ട് പറ്റി, കോണർ വേഴ്സസ് ഹബീബ്. ഓക്കെ, അതെപ്പോഴും ഉണ്ടാകും. ആൻഡ് അതെന്താണ് അതിന്റെ ഒരു കാരണം, എന്തുകൊണ്ട് അങ്ങനെ ഒരു ഫാൻ ഫൈറ്റ് ഉണ്ടാകുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു റീസൺ. അതുപോലെ തന്നെ UFC 229 മുൻപും ശേഷവും ഇവരുടെ രണ്ടുപേരുടെയും കരിയറിൽ നടന്നിട്ടുള്ള ചേഞ്ചസ്, അച്ചീവ്മെന്റ്സ്, കാര്യങ്ങൾ, അതിപ്പം പണമായിക്കോട്ടെ, ഫെയിം ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഫസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ കോണറിനെ പറ്റിയിട്ട് തന്നെ പറഞ്ഞു തുടങ്ങാം. 2012 വരെ അയർലൻഡ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളും മേടിച്ച് ജീവിച്ചൊരു വ്യക്തിയാണ്. ആൻഡ് 2013 അദ്ദേഹം UFC ഡെബ്യൂ ചെയ്തു. 2017 ബോക്സിംഗ് ഡെബ്യൂട്ട്. സോ ആ ഒരു ബോക്സിംഗ് ഡെബ്യൂട്ടിൽ നിന്ന് മാത്രം ഏകദേശം $100 മില്യൺ ആണ് അദ്ദേഹം ഏൺ ചെയ്തത്. ഓക്കെ, ആൻഡ് 2013 ആ ഒരു ഡെബ്യൂട്ടിന് ശേഷം UFC എന്ന് പറഞ്ഞൊരു ബ്രാൻഡും കോണറും ഒരേപോലെ തന്നെ എന്താ പറയുക, ഗ്ലോബലി ഒരു അച്ചീവ്മെന്റ് കിട്ടി, ഗ്ലോബലി ഒരു അംഗീകാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റി. സോ അതിന് മെയിൻ റീസൺ കോണർ തന്നെയായിരുന്നു ആ ഒരു ടൈമിൽ. ആൻഡ് അന്നത്തെ കറണ്ട് ആ ഒരു ഏറയിൽ ഉണ്ടായിരുന്ന എല്ലാ റോസ്റ്റേഴ്സിനും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും ഇതോടുകൂടി വരികയുണ്ടായി. ലൈക്ക് അമേരിക്ക മാത്രം അറിഞ്ഞുകൊണ്ടിരുന്ന ഒരു ബ്രാൻഡ് ഗ്ലോബലി അറിയപ്പെട്ടു തുടങ്ങിയപ്പോൾ അതിലുള്ള എല്ലാവർക്കും അതൊരു ഗുണപ്പെട്ടു തുടങ്ങി. ആൻഡ് കോണറിന്റെ ഏറ്റവും വലിയൊരു സെല്ലിംഗ് ടെക്നിക് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ട്രാഷ് ടോക്ക് ആണ്. ഒരു മാച്ച് എങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം, അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യാറുണ്ടായിരുന്നു. അതിപ്പോ ട്രാഷ് ടോക്ക് ആയിക്കോട്ടെ, പബ്ലിക് അപ്പിയറൻസ് ആയിക്കോട്ടെ, സെലിബ്രിറ്റി ലൈഫ് ആയിക്കോട്ടെ, എല്ലാം അതിന്റെ ഒരു ഉദാഹരണമാണ്. ആൻഡ് കരിയറിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോസെ ആൽഡോയെ 18 സെക്കൻഡ് കൊണ്ട് KO ചെയ്തൊരു വിൻ ഉണ്ട്. ആൻഡ് 2 ഡിവിഷൻ ചാമ്പ്യൻഷിപ്പുകൾ ഒരു ടൈമിൽ തന്നെ സൈമൾട്ടേനിയസ്ലി ഹാൻഡിൽ ചെയ്തു. സോ അതൊക്കെ അദ്ദേഹത്തിന്റെ കോണറിന്റെ കരിയറിലെ വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. സോ അതുകൊണ്ടൊക്കെ തന്നെ UFC 229 മുൻപ് കോണർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്, ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. MMA എന്നൊരു എന്താ പറയണ്ടേ, ഒരു സ്പോർട്ടിനെ അറിയാത്ത ആളുകൾക്ക് വരെ കോണർ മക്ഗ്രിഗറിനെ അറിയാം. ബട്ട് ഇപ്പം ഖബീബിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സെല്ലിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് അദ്ദേഹം അൺഡെഫീറ്റഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ ആണ്. അതുപോലെ തന്നെ ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഇൻ റിംഗ് റെസ്ലർ കൂടിയിട്ടാണ് ഖബീബ്. സോ അന്ന് അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ കോണറിന്റെ അത്രയും ഉണ്ടായിരുന്നില്ല. ആൻഡ് ആഫ്റ്റർ ദ ഫൈറ്റ് ഫൈനലി ഇവർ തമ്മിലുള്ള ആ ഒരു മാച്ചിന്റെ അതിന് മുമ്പത്തെ കോൺട്രവേഴ്സീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അത് ഫൈനലി ഒരു മാച്ചിലേക്ക് എത്തുന്നു. ആൻഡ് UFC 229 എന്ന് പറഞ്ഞൊരു വലിയ ഇവന്റ് നടക്കുന്നു. അതായത് പേപ്പർ വ്യൂ ഹിസ്റ്ററിയിൽ തന്നെ UFCയുടെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള ഒരു ഇവന്റ് UFC 229 ആണ്. ഇവരുടെ മാച്ചാണ്. അതിൽ യൂട്യൂബിന്റെ വീഡിയോയിൽ എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ അതിന് എത്ര മില്യൺ വ്യൂ കിട്ടിയിട്ടുണ്ടെന്ന്. ഐ തിങ്ക് 102 ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ബട്ട് ഐ ഡോണ്ട് നോ കറക്റ്റ്ലി. ബട്ട് ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള ഒരു ഇവന്റ് ആണ് UFC 229. അതിന് ഏറ്റവും വലിയ ഫാക്ടർ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ കോണർ വേഴ്സസ് ഖബീബ് ആ ഒരു മാച്ച് തന്നെയാണ്. ആൻഡ് ഫൈനലി ഖബീബിന്റെ അച്ചീവ്മെന്റ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം 29 വിൻസ് 0 ലോസസ്. സോ നമുക്കിനി ഫൈറ്റിലേക്ക് വരാം. UFC 229 ആ ഒരു ഫൈറ്റിൽ 4th റൗണ്ടിൽ കോണറിനെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഖബീബ് വിൻ ചെയ്തു. അതിലുപരി ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഒരു വിക്ടറി ഖബീബിന്റെ കരിയറിലേക്ക് കിട്ടി. ആ ഒരു മാച്ച് അബ്സല്യൂട്ട്ലി ഖബീബ് കോണറിനെ ഇല്ലാണ്ടാക്കി കളഞ്ഞു. സോ ആ ഒരു നൈറ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഒരു മാച്ചിന് ശേഷം ഉണ്ടായിരുന്ന കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ആ ഒരു ഫൈറ്റിന് ശേഷം ഇവർക്കുണ്ടായ മാറ്റങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഖബീബിന്റെ കരിയർ ഒന്നും കൂടെ അപ്പായി. അതിനുശേഷം അദ്ദേഹം 2 മാച്ച് കൂടി ചെയ്തു. ഒന്ന് ഡസ്റ്റിൻ ആയിട്ട്, മറ്റൊന്ന് ജസ്റ്റിൻ ഗേജി ആയിട്ട്. സോ ഈ 2 മാച്ചുകളിലും ഹബീബ് വിൻ ചെയ്തു. ആൻഡ് അദ്ദേഹം അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ ആയിട്ട് നമ്പർ 1 പൗണ്ട് ഫോർ പൗണ്ട് ഫൈറ്റർ ആയിട്ട് റിട്ടയർ ചെയ്തു. അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. അതങ്ങനെ ആർക്കും കിട്ടാത്തൊരു സാധനമാണ്. ആൻഡ് കോണറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയർ ഡൗൺ ആയിപ്പോയി. അതിനുശേഷം ചെയ്തിട്ടുള്ള 3 മാച്ചുകൾ ഒറ്റ മാച്ച് മാത്രമാണ് ജയിച്ചിട്ടുള്ളത്. ബാക്കി 2 മാച്ചുകളിലും തോറ്റു. ഇതിലെല്ലാത്തിലും ഉപരി 2 പേർക്കും അവർ 2 തരത്തിലും അച്ചീവ്മെന്റ് കൈവരിച്ചവരാണ്. ഓക്കെ, ഒരാളെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ MMA സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറി കോണറിന്റെ കാര്യം. സോ ഇപ്പൊ ഹബീബിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ MMA തന്നെ, ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ചാമ്പ്യന്മാരിൽ ഒരാളായിട്ട് മാറാനായിട്ട് പറ്റി. ഒരാൾ ഏറ്റവും വലിയ സ്റ്റാറായി, ഒരാൾ ഏറ്റവും വലിയ ചാമ്പ്യനായി. അതുകൊണ്ടാണ് ഇന്നും ഇവർ തമ്മിലുള്ള ഈ ഒരു ഫൈറ്റ് ഈ ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ ഫാൻസിനിടയിൽ മാറാത്തത്. ഇവർ ഓൾറെഡി അവരുടെ കരിയറിൽ 2 പേരും അവരുടേതായിട്ടുള്ള തലങ്ങളിൽ അച്ചീവ്മെന്റ് കൈവരിച്ചവരാണ്. അതിപ്പോ കോണർ ആയിക്കോട്ടെ, ഹബീബ് ആയിക്കോട്ടെ, 2 പേരും 2 തരത്തിൽ.
സോ ഇവർ തമ്മിൽ കമ്പാരിറ്റീവ്ലി ആരാണ് ബെറ്റർ എന്ന് പറയാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ലൈക്ക് ഇപ്പം ഫൈറ്റിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കിന്റെ കാര്യത്തിലാണെങ്കിൽ രണ്ടുപേർക്ക് രണ്ട് തരത്തിലുള്ള സ്കില്ലുകളാണ്. ഓക്കെ, സോ എന്നും അതുകൊണ്ട് തന്നെ ഈ ഫാൻ ഫൈറ്റുകൾ ആളുകൾക്കിടയിൽ നിലനിൽക്കും. UFC 229 അല്ലെങ്കിൽ UFC എന്ന് പറയുന്ന ഒരു സ്പോർട്ടിനെ അറിയാവുന്നവർക്ക് ഈ ഒരു കോൺട്രവേഴ്സീസും കാര്യങ്ങളും അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകുമെന്ന് തോന്നുന്നില്ല. കാരണം അന്ന് നടന്നത് ചരിത്രമായിട്ടുള്ള സംഭവമാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ ഇത് എത്ര പേർക്ക് ഈ ഒരു വീഡിയോ സാറ്റിസ്ഫൈഡ് ആവും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഞാനൊരു കോൺട്ര ഫാനാണ്. ഡെഫിനറ്റ്ലി ഞാൻ മേ ബി അദ്ദേഹത്തെ പറ്റിയിട്ടായിരിക്കും കൂടുതൽ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടാവുക. ബട്ട് ഞാൻ ഒരിക്കലും കബീബിനെ ചെറുതാക്കി പറയത്തില്ല. ബിക്കോസ് ഹീ സ്റ്റിൽ എന്താ പറയേണ്ടത്, 29-0 എന്ന് പറയുന്നത് ചെറിയ റെക്കോർഡല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. 29 വിൻ 0 ലോസസ്, അൺഡിസ്പ്യൂട്ടഡ് ആയിട്ട് അൺഡെഫീറ്റഡ് ആയിട്ട് നമ്പർ 1 പൗണ്ട് ഫോർ പൗണ്ട് ഫൈറ്റർ ആയിട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്തത്. സോ അതിൽ അദ്ദേഹത്തിന് പ്രൗഡ് ആയിട്ടിരിക്കാം. കബീബ് ചാമ്പ്യൻ ആയിട്ടാണ് റിട്ടയർ ആയത്, അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യണം.